ഹലോ ഗൈസ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ഇന്നലെ അക്കൗണ്ട് പോയി ഇന്ന് എനിക്ക് കിട്ടിയ എന്റെ കസിനോട് 100 രൂപ കസിനൊക്കെ എടുത്തത് ഏതോ ആറ്റലായ പൂങ്കനി എടുത്തിട്ട് പോയി. നല്ലൊരു ഫ്രൈഡേ നല്ലൊരു ഫ്രൈഡേ ആയിരുന്നു, നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. പക്ഷേ നമ്മൾ തളർന്നിക്കില്ല. പക്ഷേ വെളിച്ചമാണ് എല്ലാം. ഫ്ലാഷ് ഓൺ ആയിട്ടില്ല, വെളിച്ചം ഉണ്ടാവില്ല. ഇപ്പം വെളിച്ചം ഇങ്ങനെ കൊണ്ടോ എന്നെ കൊണ്ടുപോയി രാത്രി വെളിച്ചത്തിൽ കയറി. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാല് അക്കൗണ്ട് പോയി കൊറേ ആള് ട്രൈ ചെയ്ത് ലാസ്റ്റ് കസിന് ഇരുന്ന് രാത്രി എന്തെല്ലോ സെറ്റപ്പ് ആക്കി രാവിലെ ആകുമ്പോഴേക്ക് സാധനം കിട്ടി. എന്റെ യൂട്യൂബ് ഉള്ളോണ്ടാ കിട്ടിയത്. മീൻസ് എന്റെ പൈസ കുറെ ഉണ്ടല്ലോ, അങ്ങനെ ആയിരിക്കും പരിപാടി. അപ്പൊ പറഞ്ഞു യൂട്യൂബ് ഉള്ളോണ്ടാണ് നിന്റെ കിട്ടിയത്. അപ്പൊ എന്തോ അൽഹംദുലില്ലാ കിട്ടി. ഞാൻ പുതിയ ചാനലും തുടങ്ങി അല്ലേ. നമുക്ക് വേറെ എന്തെങ്കിലും ആക്കിട്ട് കൊടുക്കാം. അപ്പൊ അതൊന്നല്ല, ഇത് കാണുന്നുണ്ടാവും. ബാഗ് ഉണ്ട്, അല്ല ഒരു സാധനം കാണിച്ചെത്തി. ബാക്കി കളികള് നാട്ടിലാണ്. ഇനി ഫുള്ള് കണ്ടന്റും കാര്യങ്ങളെല്ലാം നാട്ടിലെങ്കിൽ കാണുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് എന്തേലും അതിനപ്പൊ അക്കൗണ്ടെല്ലാം പോയതിന്റെ വിഷമത്തിന് ഇന്നലെ നല്ല മൂഡ് ഔട്ട്, ഇന്നലെ നല്ല വ്ളോഗെല്ലാം ചെയ്യാനുള്ള മൂഡില് നമ്മള് കീന. പക്ഷെ അപ്പൊ അക്കൗണ്ടെല്ലാം പോയി ഏതോ ഒരു ആറ്റിലായ പൊങ്കരി, അങ്ങനെയാ പേരിട്ടോ, ആറ്റിലായ പൊങ്കരി. അപ്പൊ അതൊന്നും പോയി. പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ റെഡിയായി. ഞാൻ നാട്ടിൽ പോവാം. അപ്പൊ നാളെ രാവിലെ അവിടെ എത്തും. കോഴിക്കോട് ഇറങ്ങും, സെറ്റ് ആവും, പൊളിക്കും അല്ലേ. ഞാൻ കൊണ്ടാക്കാൻ പറ്റുന്നത് എന്താ പറയാണ്ട നാട്ടിൽ പോകുന്ന. ഞാൻ നാട്ടിൽ പോകുന്നതിന് ഇവരോട് ചോദിക്കാം എന്താ പറയാനുള്ളത്. പോയിട്ടില്ല, എല്ലാം നല്ലേന്, എല്ലാം നല്ലത് എല്ലാത്തിനും. ഇനി എന്താ പറയാനുള്ളത്? നീ നാട്ടിൽ പോവാൻ കൊറേ ഞാൻ ആഗ്രഹിച്ചിന്, വീട്ടിൽ ഇറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ നമ്മള് നാട്ടിൽ പോവാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബൈ. ഇങ്ങനെ വരുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഹോട്ടലിലേക്ക് മന്ദം പോവുകയാണ് കൂട്ടുകാരെ. ഈ ദിവസത്തിൽ ബ്ലാക്കും ഇട്ട് രണ്ട്. അത് ഞാന് ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. ഞാൻ എന്തെടുത്ത് അത് നോക്കി, വൈറ്റ് ഇട്ടിട്ട് വൈറ്റ് വ്ളോഗ് ഇട്ട് നോക്കി വന്നു. ഞാൻ ഉണ്ടാവും വൈറ്റ്, ഞാൻ ചോപ്പു, ഞാനാ വൈറ്റ്. ഇന്നലെ ഞാൻ ബ്ലാക്ക് മറ്റേ ബ്ലാക്ക് ഇട്ടു. പിന്നീട് ഇവന് വരുന്ന വൈറ്റ് ഇട്ടിട്ട് വരും. കുറച്ച് മുത്തുമണികൾ കുറച്ച് വീഡിയോയിലൊന്നും ഉണ്ടാവില്ല. കല്യാണത്തിന് പറ, കല്യാണത്തിന്റെ കാര്യം പറ. കല്യാണത്തിന് കണ്ടറിയാം, മംഗലാട്ടാ. ഒക്ടോബറിൽ കാണാം. വിത്ത് സിനാനി ഒക്ടോബറിൽ എന്റെ വീട് സിനാൻ. ഇങ്ങനെ ഇത് ഈ വീഡിയോ നാട്ടിലെത്തിയിട്ട് എയർപോർട്ടിൽ നിന്നൊന്നും കുറെ കോണ അടിക്കാനുണ്ടാവില്ല. എയർപോർട്ടിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഈ അലമ്പല്ല ഇവരെപ്പുറമുള്ളപ്പോ അലമ്പ് ടീംസിന്റെ ഒക്കെ അലമ്പാക്കാൻ പറ്റും. എന്ത് ചെയ്യാനാ, എയർപോർട്ടിൽ നമ്മളിങ്ങനെ ഇറങ്ങാൻ നമ്മള് പോയി, മണ്ടനും പോയി, ഞാനും പോയി, അടുത്തവനും പോയി, എല്ലാം കയറി. പൊട്ടനും പോയി, മണ്ടനും പോയി. അക്കൗണ്ടിന്റെ പിന്നിലുള്ള ഒരാളെന്ന് എനിക്കറിയാ. കണ്ട സത്യം പഠിച്ചോനെ, അക്കൗണ്ട് ഇട്ട് വേറെ സന്തോഷം എല്ലാം ഇല്ല. നാട്ടിൽ പോണോന്നാ സങ്കടമൊന്നുമില്ല. സങ്കടം നാട്ടിൽ പോയ. പക്ഷെ ഇന്നലെ ആണെങ്കില് നല്ല ഇന്നലത്തെ ഇരുന്നാണ്. ഇന്നലെ അക്കൗണ്ട് പോയതല്ല, നല്ല ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക്. സാരില്ല, ഇന്നെടുക്കാലോ. ഞാൻ പോയി വിചാരിച്ച അക്കൗണ്ട് വേണ്ട, മതി, വേറെ അക്കൗണ്ട് തുടങ്ങിയതാ. പക്ഷെ കിട്ടി. കസിൻ ഇങ്ങോട്ടേക്ക് വന്ന് കസിൻ അതാണ് അവനെ പഠിച്ചു. ഞാൻ വിട്ടുപോയി. വീഡിയോ മുറ്റത്തുള്ളിലേക്ക് മണയില്ലാത്ത പോലെ എനിക്ക് സങ്കടമായില്ല. ഞാൻ വിട്ടുപോയതാ. എന്തായാലും സെറ്റായി. ഇപ്പൊ സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയും പോകുന്നറിയില്ല. ജയറാമിനെ പോലെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഞാൻ പോട്ടെ, എയർപോർട്ടിലെത്തിരി കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സർപ്രൈസ് ആണ്. മീൻസ് വീട്ടിലാർക്കും അറിയില്ല. ഞാൻ വരുന്നേ അറിയാം, പക്ഷെ
അവരെ ടിക്കറ്റ് എപ്പോൾ എടുത്തതെന്ന് അവർക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി തുടക്കത്തിൽ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ തുടക്കം. അപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ, ഞാനിപ്പോൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് എത്തുന്നവരെയുള്ള വിഷ്വൽസ് കണ്ടോ. ഓക്കെ, ഞാൻ ലഗേജ് എടുത്തിട്ട് ഞാൻ പുറത്ത് ചെയ്യട്ടെ. എയർപോർട്ട് എൻട്രി, എയർപോർട്ട് എൻട്രി, എയർപോർട്ട് എൻട്രി, എയർപോർട്ടിന്റെ റോഡ്. നമ്മൾ എയർപോർട്ടിലെത്തി. ക്ലാസ് ഒന്ന് കഴിക്കൂടെ എന്നടാ? നമ്മളെ എയർപോർട്ട് എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കോട്ടിരിക്കാം. ക്ലാസ് ഇട്ട് രസം ഞാനതാ ട്രൈ ചെയ്യാം. ഞാൻ വെച്ചിട്ടാക്കിയേ. കൊല്ലോ മറ്റെന്താ ഇനെന്ന് പറയല്ലോ പിള്ളേരാക്കുന്നത്. നീട്ടാ ഫ്രോഡ് അല്ലേ? അതങ്ങനെയാണ് ഇവന്റെ ആക്ച്വലി വരുന്നുണ്ടേ. ഞാൻ എടുത്ത് കുത്തിയിട്ടില്ല. ഫോണിന്റെ കളയണ്ട കേട്ടാ. എന്റെ ഫോണ് കളയണ്ടോ? എന്താടാ ഇവനെ കൊണ്ട് തലവേദനല്ലോ. ആ കണ്ടാ പോവാൻ നോക്കുമ്പോ ആ സത്യങ്ങൾ ഓർത്തായിരുന്നു. എന്നെ കൊണ്ട് ഇത്ര കാലം തലവേദന എനിക്ക് പറയണ്ട. എന്റെ സർപ്പരാജ വിഷഹാംശി. എയർപോർട്ട് ഇത് പള്ളിയാണോ? എയർപോർട്ട് അല്ലേ? മദീനത്തെ കുഞ്ഞ് എയർപോർട്ട്. നിങ്ങള് സിനാൻ പോയി വിചാരിച്ചിട്ട് അജ്നാസ് വ്ലോഗർ ഉണ്ട് ഇവിടെ. എല്ലാ അപ്ഡേറ്റും ഐഡിയ സൗദി വ്ലോഗ് സീരീസ് അറിയില്ല. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്താ ഇവനെ സപ്പോർട്ട് ചെയ്തത്. അജ്നാസ് നാസർ, ഇവന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ഇവൻ അറിയില്ല. അതാണ് ക്രിയേറ്റർ. നമുക്ക് അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കൂടുമ്പോ ഫ്രീസ് ചെയ്യുന്ന അതുകൊണ്ട് എന്റെ അക്കൗണ്ട് അങ്ങനെ റീചാർജ് സമ്മതിക്കില്ല. ഒറ്റ ടെർമിനലുള്ളൂ. ഒറ്റ ടെർമിനലുള്ളൂ. നമ്മടെ പോന്നല്ലേ എന്നെല്ലാം കണക്കാ. ഏലോട്ടേക്ക് പോയിക്കോ. നീ വഴി പറഞ്ഞ വഴി തെറ്റിക്കുന്നത് ഞാൻ തന്നെ എന്നോട് ചോദിക്കും. ഞാൻ എന്നോട് തന്നെ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്തോ. അതില് കേറിയാ മതിയായിരുന്നു. ഇവരെ ഇപ്പൊ ഇവിടുന്ന് അങ്ങ് ഒരു തള്ളണം. എന്തിന് ഓട്ടനാണ് ഇവൻ. ഇതിൽ കയറാൻ പറ്റുമോ? അവിടെ വെക്കാൻ പറ്റൂല. ഇത് എക്സിറ്റ് അല്ല, ഇത് എൻട്രി ആണ്. മോനെ മുത്തയ്യോട്ട് കേറി നീ ഇതാണോ മറ്റേതും? ആടെ കാണുന്നുണ്ട്. റൈറ്റ് കാണുന്നുണ്ടോ? അവിടെ നേരെയാടാ പോണ്ടേ. അവിടെ എൻട്രി. ഞാൻ ടാക്സിയിലെന്ന് ഓർമ്മയുണ്ട്. ഇവിടെ വെച്ചപ്പോ വണ്ടി എന്ത് പ്രശ്നം? ഇവിടെ വെച്ചിട്ട് തള്ളണ്ടേ? ഇവരില്ലേ അജു എന്തിനാ? അജു തള്ളു. തൊള്ളനെ കൊണ്ട് തള്ളാൻ അറിയോ? പുറത്തേക്ക് നാലരക്ക് പക്ഷെ 3 മണിക്കൂർ മുമ്പ് കയറണേ. 2 ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് അല്ല. മസ്കറ്റ് ഇന്റർനാഷണൽ നമ്മള് പുറത്തിലെടുത്തേ നമ്മള്. അതെ പോയിട്ടുണ്ട്. പോയാ ഞാൻ പോയല്ലോ. ആ പോയി. അതേപോലെ വന്നു പോയല്ലേ? ഞാൻ വരുന്നുണ്ട്. എനിക്കറിയാം നമ്മളെ അടുത്ത് തന്നെ പുറത്തുണ്ട്. മറ്റേ പറഞ്ഞല്ലേ എത്ര പോയില്ല. അങ്ങനെ എയർപോർട്ടിൽ കയറ്റി കാണിച്ചു. ഇത് കയറും തോന്നില്ല. നോക്കട്ടെ. അപ്പോൾ അവര് വണ്ടി പാർക്ക് ചെയ്താൻ പോയിട്ടുള്ള ഞാനിടാ. നമുക്ക് മദീനത്തിന് മുമ്പ് ഫ്രീ ആയിട്ട് സംസം വെള്ളം കിട്ടും. 5 ലിറ്ററിൻ്റെ സംസം വെള്ളം കിട്ടും. അപ്പോൾ എടുക്കാൻ വന്നിട്ടുള്ള. ഓക്കെ, ഞാൻ സംസം വെള്ളം എടുക്കുന്ന കാണിച്ചാൽ ഇതാണ് കൗണ്ടർ. പാസ്പോർട്ട് ടിക്കറ്റ് കാണിച്ചാൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് ലഗേജ് എല്ലാം വിട്ട് ലാപ്ടോപ്പ് ബാഗും ഹാൻഡ് ബാഗും അവിടെ ഉണ്ട്. ക്ലിയർ. ഞാനാ പോന്നു. ഓനൊരു കൊല്ലം ഒരു മാസം കഴിഞ്ഞിട്ട് പോകാൻ വരും. നീ എപ്പാ? ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് വരത്തില്ല. സർപ്രൈസാ. സർപ്രൈസ്. കല്യാണം ഞാൻ നാട്ടിൽ വരും ഗൈസ് ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു വ്ലോഗ് കാണും. എല്ലാരും ഇടയിൽ കിട്ടണേ ഇവനെ. എല്ലാരും 4 ആളെ ഇടയിൽ കിട്ടണ ഇവനെ. ഇപ്പൊ നമ്മള് ബോർഡിങ് ഇവിടുന്ന് എങ്ങനെയാന്ന് വെച്ചാലും അത് മദീനന്ന് മസ്കറ്റ് കാലിക്കറ്റ്. ബിസ്ക്കറ്റ് അല്ലടാ മസ്കറ്റ്. അപ്പൊ അങ്ങനെയാ. 2 ഇന്റർനാഷണൽ ഏതാണ് സീനായ. ഡൊമസ്റ്റിക് ആണ് വലിയ ഇതുണ്ടാവും. ഓ കിട്ടുന്നു വൈഡല്ലേ. അപ്പൊ ഞാൻ നാട്ടിൽ പോയിട്ട് വരാം എന്നൊക്കെ പറയണമെന്നുണ്ട്. സമയം 2
രണ്ടാവാനായി. നമ്മളിന്ന് ഇവിടെ കിടന്ന് അൽബേക്ക് എവിടെയാണ്? 1:50. പഠിച്ച് കാണാണ്ട് 1:50 അല്ല 2:50. സമയം നോക്കാനും പോയാ പുതിയ സമ്പ്രദായം. നാട്ടിൽ ആര് ഞാൻ പോകണം? unlock ചെയ്തു. അൽബേക്ക് വിട്ടൊരു കളിയില്ല. വെറുതെ ആരും ഞാൻ വിട്ടേ പാവം നൗഫലിക്ക, പാവം പിന്നെ റൈഹാലി. അറിയാലോ ഞാൻ തുടങ്ങിയല്ല. പിന്നെ ഞാൻ ആരെയല്ലോ തുടങ്ങിപ്പിച്ചതാ. ഇവനാണ് ഞാൻ പാവം. എല്ലാം കണക്കാണ്. പറയാനില്ല. ഫുഡ് കഴിക്കണം എന്തായാലും ഫുഡ് അൽബേക്ക്. അല്ലേ? അല്ല അങ്ങനെ പറയാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് നമ്മൾ ഇന്നലെ അക്കൗണ്ട് പോയി എന്റെ ഫുഡെല്ലാം കഴിച്ച കൊണ്ടുപോയപ്പം ഫുഡ് കഴിച്ചപ്പോ റെഡിയായി. അത് 1:30. 1:30 ഓടാ 2:30 സമയം പോലും നോക്കാൻ വയ്യ, കണ്ണ് കാണാൻ വയ്യ. നാട്ടിലെത്തിട്ട് വണ്ണാവും. സൂ വേണ്ട എന്റെ ഫിറ്റ് കാണിച്ചു കൊടുത്തേ. ഇത് എല്ലാരും കണ്ടായിരിക്കും ഇപ്പൊ ഇരുന്നാ കിട്ടുക. ഇതാണ് ഇവന്റെ ഫിറ്റ്. എന്നോട് സ്നേഹം കൂടിയിട്ട് അതിനിടാന്ന് പറഞ്ഞു. പൊടിയല്ലോ 10 ഷോപ്പിൽ കയറിയിട്ട് നല്ല ഡ്രസ് ഇട്ടിക്കില്ല. ഞാൻ പറയട്ടെ, ഇന്നലെ ഇന്നലെ ഒരു നല്ല ഹുഡി അല്ല ഒരു ടീഷർട്ടെങ്കിലും വാങ്ങാന് ഈ സൗദിയിലുള്ള മദീനത്തുള്ള എല്ലാ മാളിലും കയറി ഇറങ്ങി. എല്ലാ ഷോപ്പിലും മാളിലും മീൻസ് എത്ര മാളിലുള്ള എല്ലാ സ്റ്റോറിലും R&B കയറി, സെൻട്രൽ പോയിന്റ് കയറി, മാക്സിൽ കയറി, പിന്നീട് കയറിയ ആ നടന്ന സമയം 2 മണിക്ക് ലെഫ്റ്റ് സൈഡിലോ കയറി. നടന്നിക്കില്ല. നവാഫ് എത്ര ഉണ്ടാവില്ല. എല്ലാരും വിക്ടറിയ. ഓക്കെ പോയിട്ട് ചെയ് ഓർഡർ പേഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ഇല്ല. ഞാൻ എന്റെ കാർഡിന് കാണിക്കും പേഴ്സ് അതിന്റെ ഗൈസ് വെറുതെ. ഓക്കെ പോയിട്ട് ഓർഡർ ചെയ്യട്ടെ. എടാ എന്ത് ഓർഡർ ചെയ്യുന്നു? ഇങ്ങോട്ട് വന്നിട്ട് പോകും. അതില് പറ്റുന്ന ഓർഡർ ചെയ്യണം. നോക്കണം ഒന്നൊരു റോസ്റ്റ് കഴിക്കാം. 2 ബിഗ് ബേക്ക്. ബിഗ് ബേക്ക് വേണോ? എന്തെങ്കിലും ആക്ക്. ബിഗ് ബേക്ക് ആക്കോ. 3 ബിഗ് ബേക്ക്. പിന്നെ ചീസ് ഇട്ടോ. ജ്യൂസി ആയിക്കട്ടെ. അപ്പൊ അങ്ങനെ കാര്യങ്ങള് നമ്മള് ഫുഡ് വന്നിട്ട് കാണിച്ചു കേട്ടാ. പറയാനല്ലേ ഗൈസ്, ചെക്കൻ നാട്ടിൽ പോവാണ്. എത്ര വട്ടം പറഞ്ഞടാ. ഇന്നലെന്ന് പറയാൻ ഇപ്പൊ അവനാണ് എന്റെ ട്രോളി എടുക്കാൻ പറ്റില്ല. ട്രോളി പിടിച്ച ട്രോളി ചെറുതായി പോയി, അതിൽ കൊള്ളൂല. അപ്പൊ ഞാൻ ഒരു ബാഗ് വാങ്ങി. മറ്റേ കൊടവയർ വന്ന് നടക്കത്ത ബാഗ്. കുറച്ച് സാധനം ഇട്ടാലും ഇങ്ങനെ പൊന്തിക്കുക എന്റെ വയറ് പോലെ. ഇത് ലൂസ് ഫിറ്റിന്റെ ഉപകാരം. ഇതൊക്കെയാണ് ഫിറ്റ്. നമ്മളെക്കാട്ടി ഉണ്ട്. അത്രയൊന്നുമില്ല, എല്ലാം കുറക്കും. അറിയില്ല എന്നാ കൂടി വെയിറ്റ് കൂടി 2 കിലോ കൂടിനടാ. ഞാനും കൂടി ഷുഗർ കട്ട് തുടങ്ങിയ പിന്നെ ഷുഗർ കട്ട് തുടങ്ങി എന്തെങ്കിലും കൂടും. കാറ്റ് കയറുന്നുണ്ട് തോന്നുന്നു. ഫസ്റ്റ് ഒക്കെ പല്ല് നാട്ടില് അത് കാണിക്കാം. ഇഷ്ടല്ല. എല്ലാം സഹിക്കാം. തലവേന ഞങ്ങൾ തല ഇങ്ങനെ പിടിക്കാം. പല്ല് ഇന്ന് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മള് അൽബേക്ക് തിന്നുമ്പോ കാണിച്ചരേ. നമ്മൾ ഓർഡർ ചെയ്ത് അൽബേക്ക് ദി ലാസ്റ്റ് ബൈറ്റ്. അൽബേക്ക് ദ ബിഗ് ബേക്ക് ദ ലാസ്റ്റ് ബൈക്ക്. ബിഗ് ബൈക്ക് ഞാൻ തുറക്കുന്ന കാണിച്ചുതരാം. അൺബോക്സിംഗ് ഒരു മിനിറ്റ്. ഞാൻ അടുത്ത ഞാനേ ഉള്ളൂ ഇങ്ങക്ക്. നീ അല്ലാതെ പിന്നെ ആര്? എന്തൊക്കെ ഇത് മദീന ബ്ലോഗർ അജ്നാസ്. എന്തല്ല ഇത് ഇനി വേണോ? ഇത് അങ്ങോട്ട് പോകണ്ടല്ലേ? ഇത് അങ്ങനത്തെ ഇനി വേണോ? നീ ഇങ്ങനെ കടിക്കുന്ന കണ്ടോ ഓപ്പണിംഗ് ആണ്. ചീസ് ആൻഡ് സ്പൈസി ഓപ്പണിംഗ്. കാണാനില്ല. അയ്യോ നാട്ടിലെത്തുമ്പോ വിശക്കൂല അല്ലേ? ഞാൻ മനസ്സിലായി. ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട്. വായിൽ കപ്പൽ ഓടുന്നു. പാക്കിങ് പോരാ. എനിക്ക് പൊടിക്കാൻ അറിയത്തില്ല. ദൈവം പൊട്ടിച്ചരും. എക്സ്പീരിയൻസ് ബ്രോ. നാസ്തില്ല, ഇന്നലെ ഫുഡില്ല. ഡേ ടു റിമെമ്പർ. ഇത് കൊതിയാണല്ലോ. ഇപ്പാറ്റം കഴിയോ? ഓക്കെ, ബൈ.
അപ്പം നമ്മൾ കഴിച്ച് കഴിഞ്ഞ് കൈയെല്ലാം ഒരു ടോയ്ലറ്റിൽ പോയിട്ടുള്ളേ കൈയാൻ പോയിട്ടുള്ളേ ലഗേജ് കുറച്ച് കൂടുതലാണ് അങ്ങെത്തി കിട്ടിയാൽ ഭാഗ്യം. ഹാൻഡ് ബാഗ് 5 കിലോ പറ്റൂ, 10 കിലോ ഉണ്ട്. നമ്മളങ്ങനെയാണല്ലോ മലയാളികൾ പൊതുവേ. മറ്റേ മെയിൻ ലഗേജ് 30 കിലോ, അത് 33 കിലോ ഉണ്ട്. പക്ഷെ സാധനമൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അതേ ഞാൻ ആലോചിക്കുന്നു എന്നാളേ പഠിച്ചോന്നറിയാം. അങ്ങെത്തിയാൽ മതി. ഒരു കൈയെല്ലാം കയറ്റി വന്നിട്ട് ഞാൻ നേരെ ചെക്ക് ഇൻ ചെയ്യും, കയറും, അവിടെ കുത്തിയിരിക്കുമ്പോൾ വരാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ബോർഡിങ് കിട്ടി, ലഗേജും വിട്ട് ചെക്കിനെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുക. ഇങ്ങനെ ഞാൻ വിചാരിച്ച ചെക്കിനിൽ പ്രശ്നമാവും. ബാഗ് 5 കിലോ എടുക്കേണ്ട അടുത്ത് 10 കിലോ എടുത്ത പ്രശ്നം ആണ്ടിയല്ലേ. ഇവരെന്തീ സംസാരിക്കുന്നു, ഒന്നും തിരിയുന്നില്ല. ആർക്കു വേണ്ടി സംസാരിക്കുന്നു? ആരോ കാണാണ്ടായി തോന്നുന്നു. സംസാരിക്കാൻ തിരിയണ്ട, എന്നാലും ആൾക്കാർ പോവാ. ഒന്നും തിരിയുന്നില്ല പറയുന്നു. ഇംഗ്ലീഷ് ആണെങ്കിലും തിരിയുന്നില്ല, അറബി ആണെങ്കിലും തിരിയുന്നില്ല. മൈക്കെല്ലാം നല്ല ക്വാളിറ്റിയിൽ വെച്ചാൽ തിരിയും. ഞാൻ അന്ന് പറഞ്ഞത് അങ്ങ് കയറി 5 കിലോ ഒക്കെ അടുത്ത് എന്ത് 10 കിലോ വെച്ചാൽ പിടിക്കണ്ടല്ലേ, പിടിച്ച് ഇറന്ന് വേറെ എന്തിപ്പോൾ ചെയ്യാം. ഇറക്കാൻ സാർ പ്ലീസ് എന്നെല്ലാം പറഞ്ഞ സാധനം വിട്ടെന്ന് ഇനിയാലും കുത്തി കയറ്റല്ലാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് കുത്തി കയറ്റി പിടിച്ചേ അങ്ങോട്ടേക്ക്. അപ്പം അങ്ങനെ കാര്യങ്ങൾ. നാട്ടിൽ പോക്കായി, നല്ല മഴയല്ലേ നാട്ടിൽ. സെറ്റ്. കോഴിക്കോട് ഇറങ്ങും, അവിടുന്ന് ചെക്കനും കൂട്ടി നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടാ, സർപ്രൈസ്. അപ്പോൾ ഇതാ സമയാവാനായി. നമ്മളെ ഫ്ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്ലൈനാസതാ പോകുന്നു. നമ്മൾ പോകേണ്ട ഫ്ലൈറ്റ്. അപ്പം അതിൽ കയറി നേരെ മസ്കറ്റൊക്കെ എത്ര മണിക്കൂറാണ് നോക്കിയിട്ടില്ല. എന്തായാലും രാവിലെ പൊളിച്ചാൽ എത്താൻ. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യപ്പം 3:50 തുറക്കുമെന്നാണ് പറഞ്ഞത്. ഗേറ്റ് തുറന്നിട്ടില്ല. 3:50 ടി വിയിൽ തുറന്നിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഒരാളൊന്നുമില്ല. വെയിറ്റ് ചെയ്യാം. ഒരു ലഗേജ് ഇപ്പോൾ വന്ന ഫ്ലൈറ്റ്, എന്നിട്ട് ആ ഫ്ലൈറ്റിൽ നിന്ന് ലഗേജ് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കയറുക. ഇപ്പം വന്നിട്ടുള്ളൂ. അപ്പോൾ ലേറ്റ് ആവും ഇനിയും. ലഗേജ് ഇറക്കി വെക്കുന്ന ആളെ. അപ്പോൾ ഓപ്പൺ ആവും. ഫ്ലൈറ്റിൽ കയറിയില്ല ഞാൻ. അവിടെ ബോർഡിങ് ഗേറ്റ് ഓപ്പണായി കയറി ഫ്ലൈ ഓവർ പോയി ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് പോവാ. പോവാണ് ഇവിടുന്ന് മസ്കറ്റ് ടു കാലിക്കട്ട്. അങ്ങനെ നാട്ടിൽ പോവാറായി. ഞാനില്ലേ വന്നത് വലിയ 7-നാണ്, ഓഗസ്റ്റ് 7-നാണ് ഞാൻ ഇവിടെ സൗദി ലാൻഡ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 8-ന് നാട്ടിൽ പോവാ. കറക്റ്റ് ഒരു കൊല്ലം. മാഷാഅല്ലാഹ്. നീ ഒച്ചപ്പാടുണ്ടാവും, കേൾക്കുമെന്നറിയില്ല. ഫാൻറ്റിൽ ഒച്ചപ്പാട് മൊത്തത്തിൽ. നോക്കട്ടെ. ഓക്കെ, സെറ്റാവും. Welcome. No, this is Calicut. This one. Same seat. Yes, sir. Okay. 12F. ഫ്ലൈറ്റിൽ കയറിയേ, പക്ഷേ ഞങ്ങൾക്ക് വിൻഡോ സീറ്റാ കിട്ടിയ. പക്ഷെ എമർജൻസി എക്സിറ്റാ. നമുക്ക് ഇവിടെ ഇരിക്കാൻ പേടിയാ, സത്യം പറയാം. ഒന്നും കാണൂല. വിൻഡോ കിട്ടിയ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടേക്കും സെയിം സീറ്റാ. അവിടുന്ന് മസ്കറ്റിൽ നിന്ന് കാലിക്കറ്റേക്കും സെയിം സീറ്റ്. അപ്പോൾ എമർജൻസി സീറ്റേക്കും സെയിം ഫ്ലൈറ്റ് അല്ലേ. ഇതിലെല്ലാവരും ഉണ്ട് കേട്ടോ, മിക്സാണ്. പാകിസ്ഥാനികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്, മലയാളികളെല്ലാം ഉണ്ട്, മിക്സാണ്. മസ്കറ്റിൽ ഇറങ്ങണ്ടേ എന്തെല്ലാം. നമ്മൾ കാലിക്കട്ടേക്കല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാൻ വിചാരിച്ചു. എന്താ പറയുക, ഞാൻ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇൻഡിഗോയിൽ വന്നേ, തീരെ ലെഗ് സ്പേസ് ഇല്ല. എൻ്റെ കാല് മുട്ടിയിട്ട് കാലിങ്ങനെ മുട്ടും. നീളമുള്ളതുകൊണ്ട് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നല്ല മുട്ടും. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് അത്യാവശ്യം സ്പേസ് ഒരു സുഖത്തിൽ പോയി. ഇത് ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകും. ഇൻഡിഗോയിൽ വരുമ്പോൾ ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അപ്പുറത്തവർക്ക് ഇടങ്ങാറാവും. ഇത് അത്ര വലിയ ഇടങ്ങാറാവില്ല, സ്പേസ് ഉണ്ട്. നീളമുള്ളവർക്ക് പറ്റിയതാ. ഞാൻ വെച്ച് ചാത്തമ്പളിക്ക് ആയിരിക്കും. പക്ഷെ മോശമാ, നല്ലതാണ്, നല്ല മുറില്ല. പക്ഷെ എമർജൻസി എക്സിറ്റ് കിട്ടിയോണ്ടാണ് കിടക്ക് തുറക്കാനുള്ള തോരെയെല്ലാം വരും. പറഞ്ഞേട്ടാ, ആരും ഈ അടുത്ത് തുറന്നിട്ട് ന്യൂസ് കണ്ടിട്ടില്ല. നല്ലൊരു പേടി എമർജൻസി എക്സിറ്റ്, എന്താ അറിയില്ല. ഇപ്പൊ നമ്മളെ ഫ്ലൈറ്റ് ഇപ്പം വന്നു, റൺവേയിൽ കയറിയിട്ടുണ്ട്.
വിട്ട് ഫുള്ള് കണ്ടോ നോക്കുന്ന. എനിക്ക് ഗ്ലാസ് ഒന്ന് ഉടച്ചൂടെ, ഉള്ള വൃത്തിയേട് അതുകൊണ്ട് തീയാത്തട്ടാ. ഒരു പുലിക്കവൊക്കെ ആടിക്കളിക്കുന്നതോ. പൈലറ്റ് ശരിയില്ല, ശരിക്കും എടുക്കുന്നില്ല, വൃത്തിക്കെല്ലാം എടുത്ത് പുലകെല്ലാം ചെയ്തു ഫുള്ളായിട്ട്. ഇതെല്ലാം നല്ല സ്മൂത്ത് ടേക്ക് ഓഫ് ആയി, അത്ര സ്മൂത്ത് ആയിട്ട് തോന്നുന്നില്ല. മദീന ഫുള്ള് മലയാട്ടോ, ഈ ഫുള്ള് മല അങ്ങനെയൊക്കെയാ മേലെല്ലാം എടുക്കണ്ടായത്. നല്ല രസില്ലേ, സൂപ്പർ വ്യൂ. അപ്പൊ അങ്ങനെ ഇവിടെ എത്തിയിട്ടാ മസ്കറ്റ്. സംസാരിക്കുമ്പോ നിങ്ങും പറയാണ്ടാവായിരിക്കും. മസ്കറ്റ് എയർപോർട്ട് എത്തിയാവും, അടിപൊളി സാധനം നല്ലുണ്ട്. മദീന ചെറിയ എയർപോർട്ടാണേ, പക്ഷെ ഇവിടെ വന്നപ്പോൾ വലിയ എയർപോർട്ടാവും. പക്ഷെ കറങ്ങാനുള്ള ടൈമില്ല, നമുക്ക് 1.5 മണിക്കൂറല്ലേ ഓവറുള്ള. അവിടെ എത്തുമ്പോഴേക്ക് A6 ഗേറ്റിലേക്ക് ഇങ്ങനെ പോവാ. ഗേറ്റിലേക്ക് ഇങ്ങനെ പോയിട്ട് എത്തിയിട്ട് കയറണം, അത്രേ ഉള്ളൂ, അതിനുള്ള ടൈമാണുള്ളൂ. അങ്ങനെ അതാ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് കുത്തിരിക്കാൻ തുടങ്ങി. ഇതാ നമ്മൾ പോകേണ്ട ഫ്ലൈറ്റ് ഇതാണ്, സലാമയ്യർ. അപ്പം അതിൻ്റെ മുമ്പിൽ കുത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമായി. അരമണിക്കൂർ കൊണ്ട് ഗേറ്റ് ഓപ്പൺ ആവും, കയറി പോവാം. പിന്നെ നാട്ടിൽ നേരെ സ്റ്റോപ്പ് ഇൻഷാ അല്ലാഹ്. മസ്കറ്റ് എയർപോർട്ടിൽ അങ്ങ് ചുറ്റിക്കറങ്ങാനുള്ള ടൈമില്ല. കറങ്ങണമെന്നുണ്ടേനു, ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ അടിപൊളി, അങ്ങനത്തെ എല്ലാം അടിപൊളിയാണെന്ന് പറയുന്ന നാട്ടിൽ ടൈമില്ല. അപ്പം എപ്പോൾ ഇത് ഓപ്പൺ ആകാൻ പറയാൻ പറ്റൂല. പിന്നെ ഓടിപ്പാടിന് പിടിച്ച് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കിലോ കൂടുതലാണ് കൈമിലുള്ള. 5 കിലോ എടുക്കേണ്ടടുത്ത് 10 കിലോ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉറങ്ങാത്ത തന്നെ നല്ല ക്ഷീണമൊക്കെ. ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാൻ പറ്റുകയേ ഇല്ല മോനെ, ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. 1/2 മണിക്കൂർ കണ്ണടിച്ച്, പിന്നെ എങ്ങനെയല്ലോ ടൈമാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ സാധനം എന്നെ കൊണ്ട് പറഞ്ഞ പരിപാടിയല്ല. ഉറങ്ങാൻ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയണം. സീന എന്തായാലും സെറ്റാകുന്നു, ക്ഷീണമൊന്നുമില്ല. ആ പൈലറ്റിന് കുറച്ച് ഓടിക്കാൻ കുറവാണെന്ന് തോന്നുന്നു, എക്സ്പീരിയൻസ് കുറവാണെന്ന് തോന്നുന്നു. ടേക്ക് ഓഫ് വേർപ്പിച്ചിന് എന്തെല്ലാം ഒരു സ്മൂത്ത് അല്ലേ, ആ കിടക്കറേ കുറേ ആൾ പേടിച്ചിന്, ഫുഡ് എന്തെല്ലോ ആയി. ലാൻഡിങ് ഓക്കെ, സ്മൂത്ത് എല്ലാം കൊണ്ട് സെറ്റ്. ഇനി ഇതിലും കയറിയിട്ട് അങ്ങ് എത്തട്ടെ, അതിൽ ഫ്ലൈറ്റിൽ കയറിയാൽ കാണിച്ചു കേട്ടാ. എല്ലാവരും നോക്കുന്നു, മലയാളികളുടെ ഇടയിൽ ഞാൻ വ്ളോഗ് എടുത്ത് ശീലമില്ലല്ലോ, എല്ലാവരും നോക്കുന്നുണ്ട്, ഫുള്ള് മലയാളികളോ. ശീലമായി വരുമല്ലോ, നമ്മൾ അറബികളുടെ ഇടയിൽ നിന്നല്ലേ കൊണാന്നടിക്കല്, ഞാൻ മലയാളികളുടെ ഇടയിൽ നിന്ന് കൊണാന്നടിക്കും. സെറ്റ്. ഞാൻ ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റിൽ ഞാൻ പറഞ്ഞില്ല പിന്നെ സെയിം സീറ്റ്, എമർജൻസി എക്സിറ്റ്, വൃത്തിയില്ലാത്ത ഗ്ലാസ്, ഒന്നും കാണാനില്ല. ഇത് കുറച്ച് എന്നാലും വൃത്തിയുണ്ട്, കുറച്ച് ആവി പിടിച്ചിരുന്നു. മറ്റേത് തീരില്ലേ, ഒന്നും കാണില്ല. അപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫുള്ള് മലയാളികൾ. നേരത്തെ പാകിസ്ഥാനി, ബംഗ്ലാദേശി, ഇന്ത്യൻ എല്ലാം ഉണ്ട്. ഇന്ത്യൻ മാത്രമല്ല, മുംബൈയിലേക്കുള്ള, ഹൈദരാബാദിലേക്കുള്ള ഇന്ത്യൻ തന്നെ എല്ലാ ഭാഗത്തുള്ളേക്കാണ് കുറേ ആളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ അനൗൺസ്മെന്റ് എന്താ ചെയ്യുമ്പോൾ എന്തെല്ലോ സംസാരിക്കണമെന്നുണ്ടേ, പക്ഷെ എന്തോ എന്നെ പിടിച്ചു വെക്കുന്നു സംസാരിക്കാൻ. ഉറക്കില്ലാത്തതിൻ്റെ അതോ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങണമെന്ന് വിചാരിക്കും, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ലേ. അങ്ങനെ നമ്മളെ സ്വന്തം കോഴിക്കോട് എത്തിയിട്ടാ. ഞാൻ ഈ ടേക്ക് ഓഫിൻ്റെ ആവും എടുക്കാൻ പറ്റില്ല പുള്ളിയുടെ. അപ്പോൾ ഞാൻ കോഴിക്കോട് എത്തി. അല്ലോ എന്താ ചെയ്യാം, ലഗേജ് എല്ലാം കിട്ടി. ഞാൻ അവരെന്തപ്പി നടക്കുക. ആരാ ഒന്നറിയാം, നമ്മളെ നിയാലില്ലേ, ഓൻ്റെ ഓളൂ. ഓൻ വന്നിട്ടുണ്ടെങ്കിൽ ഓനെ തപ്പി നടക്കേ. ഓനിപ്പം വരും, ഓൻ പുറത്തുള്ള. ഞാൻ ഇവിടെ ആളില്ലാത്തടത്ത് നോക്കി നിൽക്കട്ടെ, ഇവിടെ വെക്കാം.
ഒരാളില്ല. എന്തുണ്ട് വിശേഷം? ലഗേജ് കയറ്റണോ? എന്തുണ്ട് കല്യാണം? ഒളിച്ചോടിയാ പാടു. ഓ ആളുണ്ട്. അല്ലാ ഹലോ ഗൈസ്, നമ്മള് കോഴിക്കോട് ഷോപ്പില് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. നിയാൽ എന്റെ വൈഫ്, മറ്റേ പേര് പറ. നിയാൽ. നിയാലിന്റെ വൈഫ്. അവര് വൈഫാ. കസിൻ ഉണ്ട്. കപ്പിൾസ്. വൈഫിന്റെ ഇത് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ട് കുറച്ച് കാണിക്കും. നല്ല ഇത് കട്ടാക്കില്ല. എന്റെ കടിയിൽ വെച്ച് കമന്റ് ഇടും. അത്രക്ക് നല്ല. അങ്ങനെ ഒരു കമന്റ് ഇടും. അപ്പൊ ഇത് നമ്മള് കോഴിക്കോട് എത്തി. കോഴിക്കോട് ചെക്കൻ അങ്ങനെ ലാൻഡ് ആയിട്ടുണ്ട്. നാട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ പരിപാടികളാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് സമയം ഉണ്ടാവും. കുറച്ച് ഞാൻ പോകും. എവിടെ പോകുന്നു? തിരിച്ചു അങ്ങനെ തിരിച്ചോ? അങ്ങനെ തിരിച്ചോ ഞാൻ പറഞ്ഞു. പരിപാടികളുണ്ട്. അപ്പൊ ചന്ദ്രൻ ഉണ്ട് നാട്ടില്. എല്ലാം ഒന്നും പറയാനില്ലേ? BMW ബേബി മെമ്മോറിയൽ മാത്രം പറഞ്ഞ BMW. BMW എന്നല്ല, അവിടെ BM വെച്ച് നട വയ്ക്കുക. അത് ഈ ക്യാമറയിലൊക്കെ മനസ്സിലായി. നമ്മളെ കോഫി വന്നിട്ടുണ്ട്. എവിടെ പോയാലും ഇതെന്റെ മോന്തക്കും തൊട്ടെ ഫോക്കസ് പോയിട്ടുണ്ടോ? ബറ് പോയില്ലേ? ഓക്കെ. ബ്ലാക്ക് ടീ അല്ല, ബ്ലാക്ക് കോഫി ഏറ്റവും നല്ല. ബ്ലാക്ക് ടീനാണ് ഇങ്ങനെ പറ. ഇങ്ങനെ വണ്ടി കുടിക്കും. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ബ്യൂട്ടി ഓഫ് മൈ മലയാളം കിട്ടില്ല. സൗന്ദര്യം. മറ്റൊരു ഡയലോഗില്ലേ എന്താ പറയില്ലേ? സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്നത്. അത് എനർജി പറയാം, സൗന്ദര്യം പറയാം, എനർജി പറയാം. ഇത് രണ്ടാ. ഒന്നും പറയാ. എന്താ മാറ്റണോ? നീ പറ. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തൊക്കെ? നമുക്ക് ചായ നമ്മൾ നാച്ചുറലി ഉള്ള ഒരു ഇതായോണ്ട് ഇത് മതി. ഇതാണ് ചോദിക്കാതെ. മധുരടത്തെ കോഫി നാട്ടിത്തെ നീ കുടിച്ച ശീലായിക്കോട്ടെ. സൂപ്പറാ. പ്രഹസനം മാത്രം. അല്ല, ഞാൻ ഷുഗർ എല്ലാം കഴിക്കും. നമുക്ക് ചായ കുടിക്കാൻ പറ്റില്ല എന്നുള്ളു. ശീലിച്ചു പോയോണ്ടല്ലേ മദീനത്തെ ഒരു ശീലം. മദീനത്തിൽ നല്ല കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത്. ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ. അപ്പൊ അവിടുന്ന് കട്ടൻ ചായയും കോഫി കുടിച്ച് കട്ടൻ ചായ കുടിക്കേണ്ട ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് നമ്മള് അടുത്ത എന്താ മസാല ദോശ എന്ത് തിന്നാനും റെഡിയോ പോകും. സത്താറ കഫേ. പ്രത്യേകത എന്താ? അവിടുത്തെ ട്രൈ ചെയ്യുന്നല്ലോ. കുടുങ്ങി എന്ത് നമ്മളിത് ട്രൈ ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്താന്ന് വെച്ചാല് കൊറേ വ്ളോഗേഴ്സ് എല്ലാം പോയിട്ട് അടിപൊളിയായി. അപ്പൊ ഞാനും കൂടി പോണല്ലോ. വ്ളോഗറാണല്ലോ, കേരളത്തിലെ വ്ളോഗറാണല്ലോ. അതന്നെ. ഞാൻ പോയിട്ടില്ലെങ്കിൽ അവർക്കൊരു നഷ്ടാവല്ലോ. ഞാനും കൂടി ഇട്ടാലും അവർക്ക് അവര് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വെച്ച് നമ്മളെന്താ ചെയ്യാ. വളർന്നുപോയി. വളർത്തി. നിങ്ങൾ വളർത്തി. താങ്ക് യു ഗൈസ് ഫോർ ദാറ്റ്. ഞാൻ അതന്നെ അത്രേ ഉള്ളൂ. നമ്മള് ഒന്നല്ലേ. അപ്പൊ നമ്മളവിടെ പോട്ടെ. ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ എത്തിയിട്ട് ഇങ്ങനെ മസാല ദോശ എന്നാണ് ഒച്ച വെക്കുന്നത്. വടയെല്ലാം കടിക്കുമ്പോ ആ കടിയും എല്ലാം കേൾപ്പിച്ചിട്ട് ഇപ്പൊ നമ്മള് ബീച്ചിൽ പോകുന്നുണ്ട്. കോഴിക്കോട് ബീച്ച് എനിക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. കൊറേ കാലയില്ലേ മദീനത്തെ ബീച്ച് കാണാത്തവരെ ഒരു കൊല്ലായില്ലടാ നമ്മള് നാട്ടിലത്തെ ബീച്ച് കണ്ടിട്ട്. അത് മറ്റേതെല്ലാം പൊളിച്ചില്ലേ? മറ്റേ ഉള്ളിലത്തേതെല്ലാം സ്റ്റാളെല്ലാം പൊളിച്ചില്ലേ? ഉള്ളിലത്തെ സ്റ്റാളെല്ലാം പൊളിച്ചെന്ന് പോകുന്നല്ലേ. ഇപ്പൊ നമ്മള് ബീച്ച് അത് ഞാൻ പറയാൻ വിട്ടു. ഞാൻ പറഞ്ഞേ വീട്ടിലാർക്കും അറിയില്ല ഞാൻ വരുന്നേ. സർപ്രൈസ്. ഒരാള് സർപ്രൈസ് ആവില്ല. കാരണം എന്ന് വെച്ചാല് അത്രേ ഉള്ളൂ. ഇത് ഡൽഹി പോയി പഠിച്ചാൽ ഇങ്ങനെ പുറത്തു പോയി പഠിച്ചോണ്ട് ഒരു വിലയില്ല. അപ്പൊ അങ്ങനെ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കുട്ടികളുണ്ട്. കുട്ടികളെന്താ അറിയാ, ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മള്
ആദ്യം ബീച്ചിലാ ഫസ്റ്റ് പോകുന്നത്. Yes, Pramod Beach. ബീച്ചിൽ പോയി സത്താറ കഫേ വരുന്നില്ല എന്റെ വലിയ സത്താറ കഫേ. ആ കഫേലും സത്താറയില് കഫേലും പിന്നെ സത്താറിന്റെ കഫേ അത് മതി. ആ കഫേ പോയിട്ട് മസാല ദോശയും തിന്നിട്ട് നേരെ പരിക്കേക്കോ എന്നിട്ട് സർപ്രൈസ് ആക്കും. അതായിരിക്കും ഈ വീഡിയോ ഫുള്ള്. ഓക്കെ ബൈ. നമ്മളിതാ എത്തിയപ്പോ നമ്മളിപ്പോ ബീച്ചിൽ കോഴിക്കോട് ബീച്ചില് നമ്മളിപ്പോ ബീച്ച് കാണാൻ വേണ്ടി വന്നിട്ടുള്ളു. ബീച്ച് കാണാൻ വേണ്ടിട്ട് ഫുൾ അടിപൊളി സെറ്റപ്പാണ്. ഇത് രണ്ട് ഇവിടുത്തെ മറ്റേ ഷാറുഖാനാ മറ്റേ രണ്ട് കൈ മുന്തിക്കലല്ലേ മായാ മോഹിനി. ഇവർ രണ്ടാളാ നട്ടപ്പാതിരൊക്കെ നമ്മള് ബീച്ച് കാണിക്കാൻ വേണ്ടി വന്ന രണ്ടാൾക്കാർ. സുബിയായി അല്ലേ? 5:46. അപ്പൊ നമ്മള് കോഴിക്കോട് ബീച്ച് കണ്ട് ഇനി ഫുഡ് കഴിക്കും. എന്നിട്ട് മെല്ലെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. ഇതാണ് കോഴിക്കോട് ബീച്ച്. എന്ന് വെച്ചാല് കടലുണ്ട്, വെള്ളമുണ്ട്, പാറയുണ്ട്, പുയ്യുണ്ട്. ഇതെന്താ പുയ്യുണ്ട്. പുയ് ഇതെന്താ ഇതെന്താ പറയാ? ഇതിനെന്താ പറയാ? ഓക്കെ. ആടാ ആരാടാ ഇരിക്കുന്ന ആടാ? അത് വെളിവിലിരിക്കുന്ന അത് കണ്ണു കാണില്ല എനിക്ക്. അടിയിട്ടുവേ. ഇത് കേരള അടിക്ക് എല്ലാവരും ഒരേ വേദനയാ. എനിക്ക് അടി ഭയങ്കര പേടിയാ തോന്നുന്നു എനിക്ക്. എടാ ഇതൊന്നും ഇത് ശീലായിക്കോളൂടാ. ഇത് കിട്ടിയിട്ടാ ചോദിച്ചു നോക്കിട്ട് അവിടെ 70 bucks ഉണ്ട്. നമ്മളെ കോഴിക്കോട് എത്തി. ഒരു പക്ഷെ ചൂടിനൊരു കുറവില്ല കേട്ടോ. മഴ പെയ്തിട്ട് ഞാൻ വേർക്കുന്നുണ്ടോ? ഒന്ന് കുളിച്ചറിയോ? വടക്കുതിരി കാണിച്ചു കൊടുക്കും എടുത്തേ നാട്ടിൽ. അത് ഇങ്ങനെ ഇത് അയച്ചാണോ സ്ക്രോളിങ് ചെയ്തോ. ഇതിലേക്ക് അയക്കാം. ഉണ്ടാവും കുറെ ഉണ്ടാവും. നമ്മളെ യൂട്യൂബ് ചാനൽ അടിച്ചു പോയതാണ്. പക്ഷെ ആ തിരിച്ച് ആ പവറിലേക്ക് തിരിച്ചു വരും. യൂട്യൂബ് അടിച്ചു പോയിനേനും നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ കുറെ സങ്കടപ്പെട്ടു. പക്ഷെ ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേക്കാൻ എന്റെ പഴയ യൂട്യൂബ് ചാനൽ കിട്ടി. അതിന്റെ സന്തോഷം നാട്ടിലെ സന്തോഷം എല്ലാം ഒപ്പരാണ്. അപ്പൊ അതേപോലത്തെ കുറെ വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ കുറെ വരും. അപ്പൊ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല. സർപ്രൈസ് കഴിഞ്ഞിട്ടേ നിർത്തുള്ളൂ. ഇത് എന്റെ അപ്പൊ ഇത് നമ്മളെ കടല്. ഞാൻ ഒരു കറങ്ങൽ ഇറങ്ങട്ടെ. ഇത് കൊറേ പറഞ്ഞു. ഇത് ഓന്റെ കസിന്, ഇത് സിനാന്, ഇതെന്റെ ചാനല്, ഇത് നിയാല്. ഇത് ഇപ്പൊ ആരും ഫുഡ് കഴിക്കാത്തതിന്റെ ഉറങ്ങാത്തതിന്റെ കുറെ തലപ്പരാന്താന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ ഞാൻ വാർത്ത പറഞ്ഞ സിനാൻ, എന്റെ കൂടെ വീഡിയോഗ്രാഫർ നിഹാൽ. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്നിട്ട് കാണാം. ബൈ. ബ്ലൂംബ് ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ട്. ആ പറ. അല്ല കാണിച്ചു കൊടുക്കട്ടെ. പറയല്ല. അങ്ങൊരു ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇത് കാണാം. ഈ ലൈറ്റ് കണ്ട് ചെറിയ ബോട്ടല്ല കപ്പല്. മീൻ പിടിക്കാൻ പോന്നെ. നീ പറ. നീ എന്താ പറ? നീ പറ. അല്ല ആദ്യം മറ്റേ അപ്പുറത്തെ കാരാണ്. അപ്പുറത്തെ കാരാണ്. അപ്പുറത്തെ കാരാന്ന് പറഞ്ഞാൽ അത് ഇതല്ല. എന്റെ അഭിപ്രായത്തില് ബോട്ടല്ലടാ. ഇത് മറ്റേ ഉണ്ടാവില്ലടാ. കടലിലെ എന്തോ കുറ്റി ഉണ്ടാവില്ലേ? അടയാളം വെക്കുന്ന കുറ്റിയില്ലേ? ബോട്ട് തന്നെയാണ്. ഉപ്പാപ്പ ഇതാ പരിപാടി. ഫിഷർ ബോട്ട്. കടലുകൂടി മീൻ പിടിക്കാൻ പോവാ. അവിടുന്ന് ഇങ്ങനെ ഓരോ സെക്ഷനിൽ ഓർക്കൊരു സിഗ്നൽ പോലെ അങ്ങനെ. ഇവര് കോഴിക്കോട് ജിയോഗ്രഫിക്കലി എന്തോ പഠിച്ചു. വെല്ലുപ്പ അതാ പരിപാടി. വെല്ലുപ്പാനെ വിളിക്ക്. അടുത്ത നമ്മള് സത്താറ കഫേ. നമ്മുടെ ബീച്ചിലൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. ഇനി ഓ നമുക്ക് കിട്ടുന്ന വരുന്ന പോകുന്ന എല്ലാം ഒരേ മൂടായി പോകുന്നല്ലടാ. അത് പഠിച്ചോ തരുന്നല്ല. ഇട്ടറി അതിനൊക്കെ വരുന്ന എല്ലാം കണക്കാ. കമന്റ് വരും എന്തായാലും. കിട്ടുന്ന കിട്ടിയല്ലോ. കടല് ക്ലിയർ ആയടാ. എന്ത്
വൈബിനൊത്ത ടീം. Yeah. വൈബിനൊത്ത Couples. നിങ്ങളെ കഥ പറയാ നമ്മൾ പിന്നെ അത് നമുക്ക് അടുത്തൊരു വ്ളോഗ്. എവിടെയെങ്കിലും ഒപ്പരം കാണുമ്പോ ഇങ്ങനെ ഇരുത്തിക്കാൻ, എന്നിട്ട് ആടെ ഒരാള് ഇവിടെ ഒരാള് എന്നിട്ട് സെറ്റപ്പ് ആക്കാം. Inshallah. നോക്കേ സെറ്റപ്പ്. Serious. അപ്പൊ അതാ കടലിന്റെ വൈബ്. കടലിന്റെ വൈബ്. വൈബിന്റെ കഥല് തെര. തര പാളി ഞാൻ പറഞ്ഞു പോയത് വിചാരിച്ചു. കട്ടാൻ വയ്യേ, നമ്മള് കട്ടിയില്ലല്ലോ. തീരില്ലടാ, എന്തോ പറ്റിയിട്ടുണ്ട്. അത് foggy ആയോണ്ടോ? എങ്ങനെ Fog. അരി ആരാകെ Foggy. ഇങ്ങനെ മാറിക്കല്ലേട്ടാ, ശരിയാവില്ല. അക്ക് സങ്കടാവും. ഞാൻ എന്നാലും ഇടും പക്ഷെ ആളുണ്ട് വീട്ടില്. ഓക്കെ, എന്നാ നമുക്ക് തിന്നാൻ പോവാം. പറഞ്ഞാ? ബ്ലൂം പറഞ്ഞാ മതി. നീ അടിച്ചോടെ? 3, 2, 1. എന്താ സത്താറ വെച്ച് കഫേയിൽ എത്തിയിട്ടുണ്ട്. കേട്ടിട്ട് പരിചയത്തിൽ വന്നതാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. തിന്നിട്ട് നോക്കാൻ തിന്നോക്കട്ടെ, കേറട്ടെ. ബാ, ഇത് തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു. ലേറ്റ് ആയി. ബൈ. ഫുഡ് റെഡി നോക്കിയാ? 20 മിനിറ്റ് 20 മിനിറ്റും കൂടി നമ്മളാളെ വന്ന് ഇവിടെ മൂഞ്ചി 20 മിനിറ്റ് അതിന്റെ ഫുഡാവും. 6 മണിക്ക് കൂടുതൽ പിന്നെ കൊടുത്തിന്. നീയാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ അപ്പാടും ആവൂല. 6 മണി തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പാടു 20 മിനിറ്റ് അപ്പൊ എന്താ ചെയ്യാ? ഇതിന്റെ നമ്മൾ എത്ര ബസ് പോകുന്നുണ്ട്, KSRTC എത്ര പോയി, ഏത് റൂട്ടിലേക്കെല്ലാം പോയി. ബസ് നാട്ടിലത്തെ ബസ്. ലോക്കൽ ബസ്. നീലപ്പൈന്റ് ലോക്കൽ ബസ് അല്ലേ? നീലപ്പൈന്റ് ലോക്കൽ ബസ് അല്ലേ? നീലപ്പൈന്റ് ലോക്കൽ ബസ് അല്ലേ? ലോക്കൽ ബസ്, ഇവിടുത്തെ ലോക്കൽ പിങ്ക് ലോങ് ലിമിറ്റഡ്. അപ്പൊ നമ്മളെ എല്ലാം കഴിഞ്ഞിട്ട് വരാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. 20 മിനിറ്റ് ഒന്നും എന്തെങ്കിലും ചെയ്യട്ടെ. ഓക്കെ. ഉള്ളി കയറിയിട്ടാ മനുവിനെ നോക്കുക. മനു അറിയുന്നത് സത്താറ സിഗ്നേച്ചർ. ഞാൻ കണ്ടേ ആകെ ദോഷം തോന്നിയ ഇതിൽ ഇത്രയും കുറെ സാധനം ഞാൻ അറിയില്ലല്ലോ. ഓക്കെ, നമ്മളിപ്പോ ഒരു ഓപ്പൺ ബട്ടർ വേണം. ഓപ്പൺ ബട്ടർ, ഒരു ഗീ പൊടി മസാല ദോശ പറയാം. ഗീ പൊടി മസാല ദോശ, ഒരു ഓണിയൻ ഊത്തപ്പം പറയട്ടെ. ഓണിയൻ ഊത്തപ്പം, ഒരു ഒന്നിത്. ഓക്കെ, ബട്ടൺ ഇഡ്ഡലി. ഒരു ഓർഡർ എടുക്കോ? ബട്ടൺ ഇഡ്ഡലി, കുഞ്ഞു ഇഡ്ഡലി. മറ്റേ എന്താ പറയാ, കുഞ്ഞു റൊട്ടിയാ ഉമ്മുണ്ടാക്കുന്ന അതിനെ കുഞ്ഞു റൊട്ടി പൊടി മസാല ദോശ, ഒരു ഗീ പൊടി മസാല ദോശ, പിന്നെ ഒരു ഓണിയൻ ഊത്തപ്പം, പിന്നെ ഒരു ഇഡ്ഡലി, ബട്ടൺ ഇഡ്ഡലി. പിന്നെന്താ വേറെന്താ വേണ്ടേ? ഡെസേർട്ട്. നിങ്ങളെന്തോ ഒരു ഫേമസ് ഡെസേർട്ട് ഇല്ലേ? നിങ്ങളെ സ്പെഷ്യൽ എന്താ? ഡെസേർട്ട് അതൊന്ന്. മാംഗോ പലറ്റാ? മാംഗോ മലയാ, മാംഗോ മലൈ. ഗീ ദോശ വേണം. വേറെ നിങ്ങള് സ്പെഷ്യൽ ഇഡ്ഡലി ചട്നിയോ? സിഗ്നേച്ചർ ദോശ ഒന്ന് പറയാം. വേറെന്താ? ഈ പറഞ്ഞ മട്ടൻ അതാണോ? അതാ ഓനാക്കുന്ന നടന്നു. കാലിയായ ടേബിൾ ഇപ്പോൾ. ആളാ, എൻ്റെ ഒരു മാജിക് ഉണ്ട് ഇടക്കിടക്ക് കാണിക്കണം. വേണ്ട സാറില്ല, ഞാൻ എൻ്റെ മാജിക് കാണിക്കാൻ പറ്റൂല. എന്നാലും ഞാൻ കാണിക്കാം. ഞാൻ പേരെല്ലാം പഠിച്ചു വെച്ചാ. ഇത് പൊടി ദോശ, ഇത് ഇവിടുത്തെ സത്താറിന്റെ സിഗ്നേച്ചർ ദോശ. ഇത് മാംഗോ മലായി, ഇത് ഓണിയൻ ഉത്തപ്പോ, പിന്നെ ബേബി ഇഡ്ഡലി, ബട്ടൺ ഇഡ്ഡലി, ഇത് പിന്നെ ഓപ്പൺ ബട്ടർ ദോശ. ഇതാണ് ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യും. സൂപ്പർ സാധനം. ഇത് ഫസ്റ്റ് ലീഡ് എടുത്തോ. വ്ളോഗ് മറ്റൊന്നും വേണ്ടേ? നീ വ്ളോഗ് എടുത്തോ, നീ നേരെ എടുത്താ മതി. ഇങ്ങനെ രണ്ടാളും വേണ്ട. ട്രെയിന് തുടങ്ങാൻ എങ്ങനെയല്ലേ? കട്ട് ചെയ്ത് കഴിച്ചോ? അതെന്താ ബട്ടർ നല്ലണ്ടാ? കഴിക്കുമ്പോ എനിക്ക് വായുന്നിട്ട് ആർക്കും പോകുന്നു. ബട്ടർ ഇങ്ങനെ എടുക്കുക.
ചട്നി കുറച്ച് കിട്ടാം മതി. ബിസ്മില്ലാ. അതെ ഓളെ കൊണ്ടുവന്നെ. ഇത് വേഗം കഴിട്ട, ഇതിലെ തീരു. അടിപൊളി ടേസ്റ്റ്. ഇതേ കഴിട്ട. ഒന്ന് തീർത്താലോ? ഇത് എല്ലാത്തിന്റെ ടേസ്റ്റ് പറയാൻ നിൽക്കുന്നില്ല, ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പൊ ഞാൻ ഇത് തിന്നട്ടെ. എല്ലാം തീരും. ഓക്കെ, ഞാൻ വരാം. അതാണ് ഫസ്റ്റ്. ഇത് ഗാർലിക് കൊണ്ടുപോയി. അല്ല, സിഗ്നേച്ചർ കൊണ്ടുപോയി. അല്ല, ഗാർലിക് ഫ്ലേവറിന് അങ്ങനെയുള്ള അതുകൊണ്ടായിരിക്കും അല്ലെ, നമുക്ക് ഗാർലിക് ഇഷ്ടമായോണ്ടായിരിക്കൂല. ഗാർലിക് അല്ലേ നമുക്ക് മേത്താവുന്ന ഇഷ്ടമല്ല. അപ്പൊ തിന്നിട്ട് വരാം, അതാ നല്ല. ഇത് മാംഗോ മലായി. ഓക്കെ, ഇത് എങ്ങനെ തിന്നണ്ടല്ലോ? ഇങ്ങോട്ടോ കുറച്ച് അടുപ്പിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഇതൊക്കെ ഉണ്ടോ ബദാമെല്ലാം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ അടീനേ കോരണേ. തണുപ്പല്ല, എൻ്റെ പല്ല് കണ്ടിട്ട്. മാത്രല്ല ഞാനെടുത്തു സംഭവം പാളിയെങ്കിലും തിന്നാണ്ട് കഴിയില്ല. ഞങ്ങൾക്ക് മലായി പാളി, പക്ഷെ അങ്ങനെ പോലും ടേസ്റ്റ് ഇവള് പറഞ്ഞു. അതതിന്റെ പുളിപ്പാന്ന് വാങ്ങണ്ടേ. അതെ 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 ആ ഓർക്കുന്നു. ഞാന് ഇത് കഴിച്ചോക്കിട്ട് പറയാം. ഞാൻ പറയാം സ്റ്റോറേജ് ഉള്ളൂ. രണ്ടോട്ടം കഴിച്ചില്ല, അത് പറഞ്ഞാ മതി. ഭയങ്കര ഇതാ. എന്ത് ഇവിടെ പാവം ഒന്നും നോക്കിയിരിക്കുന്നു. ഞാൻ തിന്നു. മലയാണ് അതിൻ്റെ ഉള്ളൊരു പുളിപ്പ്. മാങ്ങന്റെ പൾപ്പിന്റെ പുളിപ്പാ. വലിയ എന്തോ ആയിട്ടില്ല, നമുക്ക് പറ്റാതെ. നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ. അപ്പൊ പാളി അത്താറേന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നല്ല ഫുഡ് എന്ന് പറഞ്ഞെങ്കിൽ നല്ലതാണോ? സൂപ്പർ. സൂപ്പറായി. അപ്പൊ ഇനി നേരെ പുരക്കേക്കാന്ന്. മറ്റേ സ്റ്റോറേജ് ഫുള്ളാന്നിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്ത. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യും. അതൊന്ന് അജു ഒരു ഡയലോഗായി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പുരക്കെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. മട്ടന്നൂരെത്തി. മട്ടന്നൂർ എന്റെ നാട്. അവിടെ ഇതാന്നല്ലേ പപ്പാറിന് പുതിയ ഷോപ്പ്. ഇത് നമ്മുടെ ലിങ്ക്സ് മാള്, നമ്മളെ ലുലു മാള്. ഇവിടുത്തെ ഏറ്റവും വലിയ മാള് ലിങ്ക്സ് മാൾ. ലിങ്ക്സ് എന്നാ ലിങ്ക്സ് തന്നെ. അതാ വായിക്കുക LINKS ലിങ്ക്സ്. മട്ടന്നൂർ കണ്ടിരിക്കുന്നത്. മട്ടന്നൂർത്തെ ഓട്ടോക്കൊന്നും മറ്റേ വെളിവില്ല. അതൊന്നും വേണ്ട. മട്ടന്നൂർ പണ്ട് ചെറിയ മട്ടന്നൂരും അല്ലല്ലോ, ഒരു കൊല്ലം കൊണ്ടല്ല. ഞാൻ മുമ്പ് ഇങ്ങനെ തന്നെ. അങ്ങനെയല്ല കണ്ട അതിലെ ലൊക്കേഷൻ മട്ടന്നൂർ. ബസ് സ്റ്റാൻഡ്. ഇതിപ്പോ പുതിയ വന്നയാ ഈ സാധനം. ഇത് ഞാൻ പോകുമ്പോ പണിയെടുക്കുന്നതിനുള്ളൂ. ഇതല്ലോ ഇതല്ലോ ഒരു കൊല്ലം കൊണ്ട് ഇതെല്ലാം വന്ന് ഞാൻ പോകുമ്പോ പണിയെടുക്കുന്നതിനുള്ളൂ. ആ ഉപ്പാന്റെ ഷോപ്പ് കാണിച്ചിട്ട് മെല്ലെ പോ. പോട്ടെ, എല്ലാം ഇവിടുന്ന് നോക്കിക്കോ. വിട്ടോ, പോലീസ് സ്റ്റേഷന് വേണ്ടിയാണ്. പോട്ടെ സ്ലോ ആയി കുറച്ച്. പോട്ടെ നല്ല ഈ വിള്ളി. ഇത് പഴയ പോലീസ് സ്റ്റേഷൻ. പുതിയ പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് മന്മർ. ഉപ്പാന്റെ ഷോപ്പ്. ഇത് ക്യാമറ. ഞാനൊരു ഫോണറിന് ഞാനാ പിടിക്കുന്ന വിചാരിച്ചു. സോറി, ശീലായി പോയി. ശീലത്തിന്റെ പോയതാ. അപ്പൊ ഇതാ മട്ടന്നൂർ വായന്തോട്. ഇത് വായന്തോട്. നീ വായന്തോടത്തിയാ? അല്ലല്ല, ഞാൻ കുമ്മാനത്തെയാ. വെറുതെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ എയർപോർട്ട്. അപ്പൊ ഓന്റെ വീട് കറക്റ്റ് കാണിച്ചു കൊടുത്തതിനാൽ വ്ളോഗ് ലൈക്ക് ഓന്റെ ഫാൻസിന് അവിടെ നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് വന്നാൽ മതി. അല്ല, ഇതിപ്പം കട്ട് ചെയ്യും, സ്റ്റോറേജ് ഇല്ല. ഇപ്പം കട്ട് ചെയ്യും, ഇവിടെത്തും വരാം. ഇതുണ്ടാവും. ഒരു 200 മീറ്റർ
സ്ലോ ആയിക്കോട്ടെ. എട്ടും റേറ്റ് കിട്ടോ ഇൻട്രിക്കേറ്റർ റൈറ്റ് എടുക്കാനാകുമ്പോ പറയാം. ഇട്ടിട്ട് കാര്യമില്ല, തനിയാലെ വണ്ടി പോകില്ല. പാസ് ചെയ്തു ഇവിടെ കാണുന്ന വസ്തുത്തെ വൈറ്റ് വീടും തന്നെ ഫുള്ള് വായലുള്ള തന്നെ ആരും എണീച്ചിട്ടില്ലടാ. ഓണടി കീയണ്ട കാണൂടെ പൊട്ട എന്നെ കണ്ടോട്ടെ എന്നാലും തപ്പില്ല. എന്റെ പോരെത്തി പക്ഷെ ആരും തുറക്കുന്നില്ല. ഞായറാഴ്ച അല്ലേ കൂട്ടിട്ട് സമയത്രേ ഷോപ്പ് ഓർക്കാനായിട്ടില്ല. സമയത്രേ 9 മണി 9:30 ഓർക്കും. അപ്പൊ ആരും എണീച്ചിട്ടുണ്ട്. ആരോ വരുന്നുണ്ട്, തുറന്നിട്ടില്ല ഇനിയും. നീക്കാർന്ന് കാണുന്നുണ്ടാ വീഡിയോ എടുത്ത്. ഞാൻ വണ്ടിയിൽ നിന്ന് നീറ്റില്ല പക്ഷെ ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കയറി പോയി. ആകെപ്പാളി മറ്റേ ഇതൊക്കെ ഞാൻ ഇറങ്ങണ്ടില്ല. ബ്ലോഗർ വന്ന് ഉറക്കത്ത് രാവിലെ തന്നെ ഒന്നൊന്ന് അഭിനയിക്കണം. നെട്ടിയ പോലെ